ഓം ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമന്നാരായണീയത്തിലെ ദശകം 14 കപിലാവതാരം. ഭഗവാൻ വരാഹരൂപിയായി അവതരിച്ച് ഭൂമിയെ അതിൻ്റെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതിനു ശേഷം മനുവിൻ്റെ പ്രജാപരിപാലന പ്രകാരം വിവരിക്കുന്നു. ശ്ലോകം 1. സമനുസ്മൃതതാവഗാംഘ്രിയുഗ്മാ സമനു പങ്കജസംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സമനുസ്മൃത താവക അംഘ്രിയുഗ്മഃ സഹ മനുഃ പങ്കജസംഭവ അംഗജന്മാ നിജം അന്തരം അന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. പങ്കജസംഭവംഗജന്മാ സഹ മനുഃ. ബ്രഹ്മാവിൻ്റെ മകനായ ആ മനു സമനുസ്മൃത താവകാംഘ്രിയുഗ്മഃ. നിൻ തിരുവടിയുടെ പാതാരവിന്ദങ്ങളെ വേണ്ടതുപോലെ സ്മരിച്ചുകൊണ്ടും തേ ചരിതം കഥയൻ അവിടുത്തെ അവതാര കഥകൾ പ്രകീർത്തിച്ചുകൊണ്ടും നിജം അന്തരം അന്തരായഹീനം സുഖം നിനായ തൻ്റെ മന്വന്തരമായ 71 ചതുർയുഗക്കാലം യാതൊരു തടസ്സവും കൂടാതെ സുഖമായി കഴിച്ചുകൂട്ടി. ബ്രഹ്മാവിൻ്റെ ആജ്ഞയനുസരിച്ച് സ്വയംഭൂവ മനു പത്നിയായ ശതരൂപയും ഒത്ത് ഭൂമിയിൽ വന്ന് താമസിക്കുവാൻ തുടങ്ങി. രാജാവായതിനു ശേഷം രാജ്യഭരണവും തുടങ്ങി. കാലക്രമത്തിൽ അവർക്ക് മക്കളുണ്ടായി. ആ മഹാരാജാവിൻ്റെ 2ാമത്തെ പുത്രിയാണ് ദേവഹൂതി. ബ്രഹ്മാവിൻ്റെ പുത്രനായ സ്വയംഭൂവ മനു വേണ്ടുവണ്ണം യമനിയമാദികളോടുകൂടി നിൻതിരുവടിയുടെ പാദപത്മങ്ങളെ ധ്യാനിച്ചും യാതൊരു മുടക്കവും കൂടാതെ അങ്ങയുടെ കഥകളെ പ്രസംഗിച്ചും തൻ്റെ കാലത്തെ കഴിച്ചു വന്നു. എല്ലാവർക്കും ഒരു തടസ്സവും ഇല്ലാതെ കാലം കഴിക്കുവാൻ ശരിയായ മാർഗം ഭഗവാന്റെ സ്മരണയും ഭഗവാന്റെ കഥാശ്രവണവും കീർത്തനവുമാകുന്നു എന്ന് ഈ ശ്ലോകത്തിൽ കൂടി വെളിപ്പെടുന്നു. സമനുസ്മൃതതാവഗാംഘ്രിയുഗ്മാ സമനു പങ്കജസംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. ശ്ലോകം 2. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാചാം ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്ത്വാമയുധം സമാസിഷേവേ. സമയേ ഖലു തത്ര കർദമ ആഖ്യഃ ദ്രുഹിണ ഛായ ഭവഃ തദീയ വാചാ ധൃത സർഗരസഃ നിസർഗരമ്യം ഭഗവൻ ത്വാം അയുധം സമാഹ സിഷേവേ. തത്ര സമയേ ഖലു ദ്രുഹിണഛായഭവഃ കർദമാഖ്യഃ. അക്കാലത്ത് തന്നെ ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നുമുണ്ടായ കർദമൻ എന്നു പേരായ പ്രജാപതി തദീയവാച ധൃതസർഗരസഃ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സൃഷ്ടി തൽപരനായി ഹേ ഭഗവാൻ, അല്ലയോ ഭഗവാനെ, നിസർഗരമ്യം ത്വാം അയുധം സമാഹ സിഷേവേ. പ്രകൃത്യ സുന്ദരമൂർത്തിയായ നിന്തിരുവടിയെ 10,000 കൊല്ലക്കാലം ഭജിച്ചു സേവിച്ചു. അക്കാലത്ത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നും മുമ്പേ തന്നെ ജനിച്ചിട്ടുള്ള കർദമ പ്രജാപതി ബ്രഹ്മാവിൻ്റെ നിയോഗപ്രകാരം
പ്രജാസൃഷ്ടിയിൽ ഉത്സാഹത്തോടു കൂടി ധ്യാനിക്കുന്നവരുടെ മനസ്സിനെ ആഹ്ലാദിപ്പിക്കത്തക്ക നിരതിശയ സൗന്ദര്യമുള്ള നിൻ തിരുവടിയെ 10,000 വത്സരക്കാലം സേവിച്ചു. സമയേ ഖലു തത്ര കർദ്ദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാചാം ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്ത്വാമയുധം സമാസിഷേവേ. ശ്ലോകം 3. കർദ്ദമന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷനാകുന്നു. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോ ത്വം വപുരാവിഷ്കുരുഷേ സ്മഃ കർദ്ദമായ. ഗരുഡ ഉപരി കാള മേഘ കമ്രം വിലസത് കേളി സരോജപാണി പത്മം ഹസിത ഉല്ലസിത ആനനം വിഭോ ത്വം വപുഃ ആവിഷ്കുരുഷേ സ്മ കർദ്ദമായ. ഹേ വിഭോ, ത്വം സർവവ്യാപിയായ ഭഗവാനെ, നിൻ തിരുവടി ഗരുഡോപരി കാളമേഘ കമ്രം വിലസത് കേളി സരോജ പാണിപത്മം. ഗരുഡൻ്റെ പുറത്ത് കയറി മഴക്കാറ് പോലെ മനോഹരവും കളിത്താമരപ്പൂവും കയ്യിലെടുത്തു കൊണ്ടിരിക്കുന്നതും ഹസിതോല്ലസിതാനനം വപുഃ കർദ്ദമായ ആവിഷ്കുരുഷേ സ്മ. പുഞ്ചിരിപ്രഭ പരന്നു ശോഭിക്കുന്ന മുഖത്തോടുകൂടിയതുമായ സ്വരൂപം കർദ്ദമന് പ്രത്യക്ഷമാക്കി. കർദ്ദമൻ്റെ അനേക കാലത്തെ തപസ്സിൻ്റെ ഫലമായി ഭഗവാൻ ശ്രീഹരി പ്രത്യക്ഷനായി. അല്ലയോ വിഭോ, നിൻ തിരുവടി ഗരുഡൻ്റെ പുറത്ത് കയറി മഴക്കാറ് പോലെ മനോഹരമായ നിറത്തോടും തൃക്കൈയിൽ കളിത്താമരപ്പൂവോടും പുഞ്ചിരി കൊണ്ട് വിളങ്ങിയ മുഖത്തോടുകൂടി കർദ്ദമ പ്രജാപതിക്ക് പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ എന്ത് അരുളി ചെയ്തു എന്ന് അടുത്ത ശ്ലോകത്തിൽ കാണാം. കർദ്ദമൻ ഏത് രൂപത്തിൽ ശ്രീഹരിയെ ധ്യാനിച്ചിരുന്നുവോ ആ രൂപമാണ് ഇവിടെ പ്രത്യക്ഷമായത് എന്ന് മേൽപ്പറഞ്ഞ ശ്ലോകത്തിൽ നിന്നും ഒരു സൂചന ലഭിക്കുന്നു. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോ ത്വം വപുരാവിഷ്കുരുഷേ സ്മഃ കർദ്ദമായ. ശ്ലോകം 4. ഭഗവാൻ കർദ്ദമനെ അനുഗ്രഹിക്കുന്നു. സ്തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാഭിപുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂ. സ്തുവദേ പുളക ആവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവ അഭി പുത്രീഃ കപിലം ച സുതം സ്വം ഏവ പശ്ചാത് സ്വഗതിം ച അഭി അനുഗൃഹ്യ നിർഗതഃ അഭൂഃ. സ്തുവദേ പുളകാവൃതായ തസ്മൈ. സ്തുതിക്കുന്നവനും ആനന്ദപുളകം കൊള്ളുന്നവനുമായ കർദ്ദമന് മനുപുത്രീം ദയിതാം നവപുത്രീഃ അഭി സ്വമേവ കപിലം സുതം ച. മനുവിൻ്റെ മകളായ ദേവഹൂതിയെ പത്നിയായും അവളിൽ 9 പുത്രിമാരെയും നിൻ തിരുവടി തന്നെയാകുന്ന കപിലൻ എന്ന പുത്രനെയും പശ്ചാത് സ്വഗതിം ച അഭി അനുഗൃഹ്യം ത്വം നിർഗതഃ അഭൂഃ. ഒടുവിൽ മോക്ഷത്തെയും നൽകി അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് മറയുകയും ചെയ്തു. അനന്തരം
സാഷ്ടാംഗം നമസ്കരിച്ച് സന്തോഷം കൊണ്ട് കോൾമയെ കൊണ്ട് സ്തുതിക്കുന്ന കർദമ പ്രജാപതിക്ക് സ്വയംഭൂ മനുവിൻ്റെ പുത്രി ഭാര്യയായി തീരുമെന്നും 9 പുത്രികളും തൻ്റെ അവതാരമായ കപിലൻ എന്ന പുത്രനും ജനിക്കുമെന്നും അവസാനത്തിൽ മോക്ഷം സിദ്ധിക്കുമെന്നും വരം കൊടുത്ത് അനുഗ്രഹിച്ച് നിൻ തിരുവടി മറഞ്ഞു. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂ. ശ്ലോകം 5. മനു കർദമനെ സമീപിക്കുന്നു. സമനുഷദരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുദയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ടാ സമഗാത് കർദമമാഗതി പ്രതീക്ഷം. സഹ മനുഃ ശതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുധയാ ച ദേവഹൂത്യാ ഭവത് ഈരിത നാരദ ഉപദിഷ്ടഃ സമഗാത് കർദമം ആഗതി പ്രതീക്ഷം. ഭവധീരിത നാരദോ ഉപദിഷ്ടഃ. നിൻ തിരുവടിയാൽ പ്രേരിതനായ നാരദ മഹർഷി ഉപദേശിച്ച വിധം സഹ മനുഃ ശതരൂപയാ മഹിഷ്യാ. ആ സ്വയംഭുവ മനു ശതരൂപയെന്ന പട്ടമഹിഷിയോടും ഗുണവത്യ ദേവഹൂത്യ സുധയാ ച ഗുണവതിയായ ദേവഹൂതി എന്ന മകളോടും കൂടി ആഗതി പ്രതീക്ഷം കർദമം സമഗാത് വരവ് കാത്തിരിക്കുന്ന കർദമൻ്റെ അടുത്തേക്ക് വന്നു ചേർന്നു. പിന്നീട് നിൻ തിരുവടിയുടെ പ്രേരണ അനുസരിച്ചുള്ള നാരദമുനിയുടെ ഉപദേശപ്രകാരം സ്വയംഭുവ മനു ശതരൂപി എന്ന പട്ടമഹർഷിയോടു കൂടി ദേവഹൂതി എന്ന ഗുണവതിയായ പുത്രിയോടും കൂടി തൻ്റെ വരവിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കർദമൻ്റെ അടുക്കലെത്തി. മനു മഹാരാജാവ് തൻ്റെ പുത്രി ദേവഹൂതിക്ക് അനുരൂപനായ ഒരു ഭർത്താവിനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ അവർ സരസ്വതീ നദീതീരത്ത് ബിന്ദുസരസിൻ്റെ അരികെ ഒരു മനോഹരമായ പുണ്യാശ്രമം കണ്ടു. ആ ആശ്രമത്തിൽ കർദമ പ്രജാപതിയെ അവർ കാണുകയും ചെയ്തു. കർദമൻ എഴുന്നേറ്റ് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി അവരെ സ്വീകരിച്ചിരുത്തി. നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം അനേക കാലത്തെ തപസ്സിൻ്റെ ഫലമായി ഭഗവാൻ ശ്രീഹരി പ്രത്യക്ഷനായിട്ട് ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് ദേവഹൂതിക്കും നാരദൻ മുൻകൂട്ടി തന്നെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. കർദമൻ ദേവഹൂതിയെ വരിക്കുമെന്ന്. അത് മനു അവിടെ വെളിപ്പെടുത്തി. അങ്ങനെ കർദമ പ്രജാപതിക്ക് ദേവഹൂതിയെ വിധിയാവണ്ണം വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. സമനുഷദരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുദയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ടാ സമഗാത് കർദമമാഗതി പ്രതീക്ഷം. ശ്ലോകം 6. കർദമൻ ദേവഹൂതിയെ വേൾക്കുന്നു. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. മനുനാ ഉപഹൃതാം ച ദേവഹൂതിം തരുണീരത്നം അവാപ്യ കർദമഃ അസൗ ഭവത് അർച്ചന നിവൃതഃ അപി തസ്യാം ദൃഢ ശുശ്രൂഷണയാ ദദൗ പ്രസാദം. അസൗ കർദമക. ഈ കർദമനാകട്ടെ മനുനാ ഉപഹൃതാം
മനു ആദരവോടെ കൊണ്ടുവന്നു കൊടുത്ത തരുണീരത്നം ദേവഹൂതിം അവാപ്യ. സ്ത്രീരത്നമായ ദേവഹൂതിയെ കിട്ടിയിട്ട് ഭവത് അർച്ചന നിർവൃതഃ അഭി. നിൻ തിരുവടിയുടെ ഭജനം കൊണ്ട് സംതൃപ്തി അടഞ്ഞവനാണെങ്കിലും ദൃഢ ശുശ്രൂഷണയാ തസ്യാം പ്രസാദം ദദൗ. നിജമായ അവളുടെ ശുശ്രൂഷ കൊണ്ട് അവളിൽ പ്രസന്നനായി ഭവിച്ചു. ഈ കർദമൻ മനു സമ്മാനിച്ച തരുണീരത്നമായ ദേവഹൂതിയെ ഭാര്യയായി ലഭിച്ചിട്ട് അങ്ങയെ സേവിക്കുന്നത് കൊണ്ട് തന്നെ സംതൃപ്തി അടഞ്ഞവനാണെങ്കിലും അവളുടെ ഭക്തിപൂർവമായ നിർവ്യാജ ശുശ്രൂഷ കൊണ്ട് പ്രസാദിച്ചു. അങ്ങനെ കാലം ചെല്ലുന്തോറും ദേവഹൂതിയുടെ സ്വഭാവ വൈശിഷ്ട്യം, ഭർതൃപരിചരണ പാടവവും ധാർമ്മിക മനസ്ഥിതിയും ഭർത്താവിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവും കണ്ട് കർദമന് അവളിൽ കൂടുതൽ കൂടുതൽ മതിപ്പുളവായി. ഒരു സ്ത്രീ ശുശ്രൂഷ കൊണ്ടാണ് ഭർതൃപ്രീതി സമ്പാദിക്കേണ്ടതെന്ന് ഈ ശ്ലോകത്തിൻ്റെ സാരം. മനുനോ ബഹൃദാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. ശ്ലോകം 7. സ പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവപഥേഷു ദേവഹൂത്യാ. സഹ പുനഃ ത്വത് ഉപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലഃ നവാത്മാ വ്യഹരത് ദേവപഥേഷു ദേവഹൂത്യാ. സഹ പുനഃ ത്വദുപാസന പ്രഭാവാത്. കർദമനാകട്ടെ പിന്നീട് നിൻ തിരുവടിയെ ആരാധിച്ചു കിട്ടിയ മാഹാത്മ്യത്താൽ ദയിതാ കാമകൃത കൃതേ വിമാനേ, പ്രിയതമയുടെ ഇഷ്ടത്തിനായി നിർമ്മിച്ച വിമാനത്തിൽ വനിതാകുലസങ്കുലഃ നവാത്മാ, അനേക ദിവ്യ നാരീപരിവൃതനായി 9 ആകൃതി കൈക്കൊണ്ട് ദേവഹൂത്യ ദേവപഥേഷു വ്യഹരത്, ദേവഹൂതിയോടുകൂടി ദിവ്യഭൂമികളിൽ ക്രീഡിച്ചു. അദ്ദേഹം പിന്നീട് നിൻ തിരുവടിയുടെ ഉപാസന കൊണ്ട് സിദ്ധിച്ച പ്രഭാവത്താൽ പ്രിയതമയുടെ ഇഷ്ടമനുസരിച്ച് ഒരു വിമാനമുണ്ടാക്കി. പരിചാരികരായി അനവധി വിദ്യാധര സ്ത്രീകളെയും ഏർപ്പെടുത്തി നവയൗവനം കൊണ്ട് മോഹനമായ ആകാരത്തെ അംഗീകരിച്ച് ദേവഹൂതിയോടുകൂടി ദേവലോകത്തിലെ ഉദ്യാനത്തിൽ രമിച്ചു. കർദമ പ്രജാപതിയുടെ ഗൃഹസ്ഥാശ്രമ ജീവിതം ലളിതവും സംതൃപ്തവും സുഖപ്രദവുമായിരുന്നു. പ്രിയതമയുടെ ഇഷ്ടമനുസരിച്ച് സ്വന്തം തപശക്തിയാൽ നിർമ്മിക്കപ്പെട്ട രത്നമയമായ വായുവാഹനത്തിൽ, അതായത് വിമാനത്തിൽ കയറി ലോകം മുഴുവനും വിനോദയാത്ര നടത്തി. പല പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും ഋഷികളുടെ ആശ്രമങ്ങളും സന്ദർശിച്ച് സജ്ജന സംസർഗം വഴി ആത്മസംശുദ്ധി കൈവരുത്തി. സ പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവപഥേഷു ദേവഹൂത്യാ. ശ്ലോകം 8. ഭഗവാന്റെ ജന്മത്തിൽ താൽപര്യത്തോടു കൂടിയ കർദമൻ ഗൃഹത്തിൽ താമസിച്ചു. ശതവർഷമധവ്യതീത്യ സോയം നവകന്യാസമവാപ്യ ധന്യരൂപാ വനയാനസമുദ്യതോപി കാന്താഹിതകൃത്വത് ജനനോത്സുഗോന്യവാത്സീ.
ശതവർഷം അഥ വൃദീത്യ സഹ അയം നവകന്യാഃ സമവാപ്യ ധന്യരൂപാഃ വനയാന സമുദ്യതഃ അപി കാന്താ ഹിതകൃത് ത്വജ്ജനന ഉത്സുകോ നവാസീത്. അത സഹ അയം. അനന്തരം ആ കർദമൻ ശതവർഷം വ്യതീത്യ ധന്യരൂപാഃ നവകന്യാഃ സമവാപ്യ. 100 സംവത്സരം ക്രീഡാസുഖങ്ങൾ അനുഭവിച്ച ശേഷം സുന്ദരിമാരായ 9 പുത്രിമാരെ ലഭിച്ചിട്ട് വനയാസ സമുദ്യതഃ അഭി കാന്താഹിതകൃത്. തപസ് ചെയ്യുവാനായി കാട്ടിലേക്ക് പോകുവാൻ ഒരുങ്ങിയിട്ടും ദേവഹൂതിയുടെ ഹിതം നോക്കുന്നവനായി ജനനോത്സുക നവാസീത്. നിൻ തിരുവടിയുടെ ജനനത്തിൽ താൽപ്പര്യത്തോടു കൂടി ഗൃഹത്തിൽ തന്നെ താമസിച്ചു. പിന്നീട് ആ കർദമൻ 100 വത്സരം കഴിഞ്ഞ് സുന്ദരിമാരായ 9 കന്യകമാർ ജനിച്ചതിന് ശേഷം വനത്തിൽ പോയി തപസ് ചെയ്യുന്നതിന് ആഗ്രഹിച്ചുവെങ്കിലും പ്രിയതമയുടെ ഇഷ്ടമനുസരിച്ച് നിൻ തിരുവടിയുടെ ജന്മത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വഭവനത്തിൽ തന്നെ പാർത്തു. കാന്താഹിതകൃത് ഈ വിശേഷണം കൊണ്ട് പുത്രിമാരുടെ വിവാഹാദി കാര്യങ്ങളും ഒരു പുത്രൻ്റെ ജനനവും ഭാവിയിൽ ആ പുത്രൻ ദേവഹൂതിക്ക് നൽകുവാൻ ഇടയുള്ള തത്വോപദേശവും സൂചിപ്പിക്കുന്നു. കർദമനും ദേവഹൂതിക്കും 9 പുത്രിമാർ ജനിച്ചു. 10ാമത്തേത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ പുത്രനായി ജന്മമെടുക്കും എന്ന് ഭഗവാൻ കർദമനോട് അരുളി ചെയ്തിരുന്നു. അങ്ങനെ ആ ഭാഗ്യദമ്പതികൾക്ക് ഭഗവാന്റെ അവതാരമായ ഒരു ആൺകുഞ്ഞ് ജനിച്ചു. ബ്രഹ്മാവും നാരദനും സനൽകുമാരന്മാരും വന്ന് കുഞ്ഞിനെ കണ്ട് ആനന്ദിച്ചു. ശതവർഷമധവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാ വനയാന സമുദ്യതോപി കാന്താഹിതകൃത്വത് ജനനോത്സുകോന്യവാത്സി. ശ്ലോകം 9. ഭഗവാൻ കപിലമുനിയായി അവതരിച്ചു. നിജഭർതൃഗിരാഭവൻ നിഷേവാനിരതായാം അധ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. നിജ ഭർതൃഗിര ഭവത് നിഷേവ നിരതായാം അധ ദേവ ദേവഹൂത്യാം കപിലഃ ത്വം അജായതഃ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മ തത്വം വിദ്യാം. ഹേ ദേവ അധ നിജ ഭർതൃഗിരാം. ഭഗവാനെ പിന്നീട് ഭർത്താവിൻ്റെ ഉപദേശമനുസരിച്ച് ഭവൻ നിഷേവാത് നിരതായാം ദേവഹൂത്യാം. നിൻ തിരുവടിയുടെ ഭജനത്തിൽ മുഴുകിക്കഴിയുന്ന ദേവഹൂതിയിൽ ജനാനാം പരമാത്മതത്വവിദ്യാം പ്രഥയിഷ്യൻ. ജനങ്ങളുടെ ഇടയിൽ, അതായത് ലോകത്തിൽ ഉത്തമമായ ആത്മവിദ്യ പ്രകാശിപ്പിക്കുന്നതിനായി ത്വം കപിലഃ അജായതാഃ. അവിടുന്ന് കപിലമുനിയായി അവതരിച്ചു. ഹേ ദേവ, ദേവഹൂതി തൻ്റെ ഭർത്താവിൻ്റെ നിയോഗത്താൽ നിൻ തിരുവടിയെ സേവിക്കുന്നതിൽ താൽപ്പര്യമുള്ളവളായിരിക്കുമ്പോൾ നിൻ തിരുവടി ജനങ്ങൾക്ക് പരമാത്മാവിൻ്റെയും 24 തത്വങ്ങളുടെയും ജ്ഞാനം വെളിപ്പെടുത്തി കൊടുക്കുന്നതിനായി കപിലനായി ജനിച്ചു. ദേവഹൂതി എന്നാൽ ദേവനെ ആഹ്വാനം ചെയ്യുന്നവൾ, അതായത് ഭഗവാൻ തന്നെ തനിക്ക് പുത്രനായി അവതരിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവൾ എന്ന് സാരം.
കാലക്രമേണ കപിലൻ വേദാന്തം, പുരാണം, ഇതിഹാസങ്ങൾ, സാംഖ്യമെന്ന തത്വശാസ്ത്ര സംഹിത ഇവയെല്ലാം പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ കപിലാചാര്യൻ എന്ന ആത്മീയ ഗുരുവായിത്തീർന്നു. നിജഭർതൃഗിരാഭവൻ നിഷേവാനിരതായാം അധ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. ശ്ലോകം 10. കർദമന്റെ വനയാത്രയും കപിലോപദേശ പ്രസ്താവനയും. വനമേയുഷി കർദമേ പ്രസന്നേ മദസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. വനം ഏയുഷി കർദമേ പ്രസന്നേ മദ സർവസ്വം ഉപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദ ഔഘാത്. ഹേ കപിലാത്മക വായുമന്ദിരേശ, കപിലമൂർത്തിയായി അവതരിച്ച അല്ലയോ ഗുരുവായൂരപ്പ, പ്രസന്നെ കർദമേ വനം ഏയുഷി, കൃതകൃത്യനായ കർദമൻ വനത്തിലേക്ക് തപസ്സിനായി പോയപ്പോൾ ജനന്യൈ മത സർവസ്വം ഉപാദിശൻ ത്വം, അമ്മയ്ക്ക് മതസിദ്ധാന്തങ്ങളുടെ എല്ലാം സാരാംശം ഉപദേശിക്കുന്ന നിന്തിരുവടി മാം ത്വരിതം ഗദൗഘാത് പരിപാഹി, എന്നെ വേഗത്തിൽ എല്ലാ രോഗങ്ങളും മാറ്റിത്തന്ന് രക്ഷിക്കണമേ. കർദമൻ കൃതാർത്ഥതയോടുകൂടി വനത്തിൽ തപസ്സിനായി പോയപ്പോൾ മാതാവിന് തൻ്റെ മതസിദ്ധാന്തം മുഴുവനും ഉപദേശിച്ച കപിലാചാര്യ സ്വരൂപനായ ഗുരുവായൂരപ്പ, എന്നെ രോഗസമൂഹത്തിൽ നിന്നും വേഗത്തിൽ രക്ഷിക്കണമേ. മതസർവസ്വം, അതായത് കപിലോപദിഷ്ടമായ സാങ്ഖ്യദർശനം സർവമതങ്ങൾക്കും അവലംബമാണെന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു. പുത്രിമാരുടെ വിവാഹശേഷം കർദമൻ ദേവഹൂതിയോടും കപിലാചാര്യനോടും വിടവാങ്ങി വാനപ്രസ്ഥത്തിനു പോയി. ദേവഹൂതിയും ആധ്യാത്മിക ചിന്തയിൽ വേരുറച്ചവളായിരുന്നു. അവർ പുത്രനായ കപിലാചാര്യനെ സമീപിച്ച് ചോദിച്ചു, മകനെ, നീ സർവജ്ഞനാണ്. എനിക്ക് ഈ ജനന മരണ ചക്രത്തിൽ നിന്നും മോചനം ലഭിക്കുവാൻ സുഗമമായ മാർഗം ഏതാണെന്ന് പറഞ്ഞു തരണം. അമ്മയുടെ ആഗ്രഹത്തിനെ മകൻ അഭിനന്ദിച്ചു. എന്നാൽ മോക്ഷം കൈവരിക്കുക എന്നത് സാധാരണക്കാർക്ക് ദുഷ്കരമായ കാര്യമാണ്. എങ്കിലും ആധ്യാത്മിക കാര്യങ്ങളിൽ ചിരകാല പരിശ്രമം മൂലം മനഃശുദ്ധി സിദ്ധിച്ചിട്ടുള്ളതിനാൽ ഭക്തിമാർഗത്തിലൂടെ ഹരിപദപ്രാപ്തി സാധ്യമാക്കാം എന്നും പറഞ്ഞു. ഭക്തിയുള്ള എല്ലാ മാർഗങ്ങളും ഉപദേശിച്ചു കൊടുത്തു. ദേവഹൂതി പുത്രൻ ഉപദേശിച്ച പ്രകാരം എല്ലാം അനുഷ്ഠിച്ച് ഭക്തിമാർഗത്തിലൂടെ സായുജ്യമടഞ്ഞു. വനമേയുഷി കർദമേ പ്രസന്നേ മദസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 21 മുതൽ 24 അധ്യായങ്ങളിൽ കൂടി പ്രതിപാദിച്ചിട്ടുള്ളതാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത്. മോക്ഷമാർഗത്തിനുള്ള കപിലോപദേശം നന്നായി തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പാരായണം ദശകം 14 കപിലാവതാരം. സമനുസ്മൃതതാവഗാംഘ്രിയുഗ്മാ സമനുഃ പങ്കജസംഭവാംഗജന്മാ
നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാചാം ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്ത്വാമയുധം സമാസിഷേവേ ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോ ത്വം വപുരാവിഷ്കുരുഷേ സ്മഃ കർദമായ സ്തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂ സമനുഷദരൂപയാ മഹിഷ്യ ഗുണവത്യാ സുദയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ടാ സമഗാത് കർദമമാഗതി പ്രതീക്ഷം മനുനോ ബഹൃദാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവ പഥേഷു ദേവഹൂത്യാ ശതവർഷമധവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാ വനയാനസമുദ്യതോപി കാന്താഹിതകൃത്വത് ജനനോത്സുകോऽന്യവാത്സീ നിജഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാം അധ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം വനമേയുഷി കർദമേ പ്രസന്നേ മദസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.